ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് 2-3 ഗ്ലിച്ചസ് ആണ്. അപ്പം ഞാൻ ഈ വീട്ടിൻ്റെ മണ്ടയിൽ രണ്ടാമത്തെ നിലയിൽ കയറാനുള്ളൊരു എളുപ്പ വഴി കാണിച്ചു തരാം. ആദ്യം നമ്മൾ ഈ കബോർഡിൽ കയറണം. എന്നിട്ട് ഈ ടി വിയുടെ ഉണ്ടല്ലേ, ടി വിയുടെ മണ്ടയിൽ കൂടെ നമുക്ക് കയറുക. ഇതിൻ്റെ അകത്തൂടെ കയറാം സിമ്പിളായിട്ട്. പിന്നെ നമ്മൾ ഇതുകൊണ്ട് ഇത്ര നമ്മൾ കയറിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ ചിമ്മോല ഉണ്ടല്ലോ, അത് അവിടുത്തെ അങ്ങേയറ്റത്തെ ഈ ഒരു ഉപകരണത്തിൽ കൂടെ നമുക്ക് സുഖമായിട്ട് കയറി ഇറങ്ങാൻ പറ്റും. ഒന്നും അറിയാനൊന്നും വേണ്ട, സുഖമായിട്ട് കയറി ഇറങ്ങാൻ പറ്റും. അടുത്തതാണ്ട് അതേ കണക്ക് തന്നെ ഇതിനകത്തും കയറാൻ പറ്റും. ഇതിനകത്ത് സുഖമായിട്ട് കയറി ഇറങ്ങാൻ പറ്റും. ഇതൊക്കെ ഇതിൻ്റെ മണ്ടയിൽ കൂടെ നമ്മൾ പോകുന്നത്. ഇതിൻ്റെ കൂടെ കയറാനൊന്നും പറ്റത്തില്ലതാ, ഇവിടെ നോക്ക് കണ്ട, അതിൻ്റെ മണ്ടയിൽ കൂടെയാണ് നമ്മൾ കയറി പോകുന്നത്. പിന്നെ വേറെ എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, ആദ്യം നമ്മളിവിടെ ഫോൺ എടുത്തിട്ട് നമ്മൾ RGS ടൂൾ എന്ന് പറയുന്ന പറഞ്ഞാൽ അതെടുത്ത് നമ്മൾ സേവ് എന്നടിക്കുക. എന്നിട്ട് നമ്മൾ ടിക്ക് കൊടുക്കുക. എന്നിട്ട് ചിലപ്പോൾ നമ്മൾ ആ ഒരു ക്ലിക്ക് ചെയ്യാൻ ഇടയ്ക്കിട്ട് പണി കിട്ടും. ചില സമയത്ത് നമ്മൾ അതിനകത്ത് കയറി ഈ കണ്ണാടി കൂടെ നമുക്ക് കയറി ഇറങ്ങാൻ പറ്റും. കണ്ട, നമുക്ക് അങ്ങനെ ഈ സ്ഥലത്ത് കയറി എത്താൻ പറ്റും. ഇനി നമ്മൾ ഈ വണ്ടിയുടെ അടുത്തുള്ള നമുക്ക് അങ്ങോട്ടേക്ക് എടുത്ത് ചാടാം. അകത്തോട്ട് കയറണം. എന്നിട്ട് ഈ ഒരു വാട്ടർ ടാങ്ക് കണ്ട, അതിൽ കൂടെ നമുക്ക് സുഖമായിട്ട് കയറി ഇറങ്ങാൻ പറ്റും. നിങ്ങൾക്ക് കാണാൻ പറ്റും, കയറുന്നുണ്ട. അതുപോലെ തന്നെ ഇപ്പോൾ ജയിലിൻ്റെ അകത്തൊരു വാട്ടർ ടാങ്ക് ഉണ്ടല്ലേ, അതിൽ കൂടെ കയറി ഇറങ്ങാൻ പറ്റത്തില്ല. അതുപോലെ നമുക്ക് ജയിലിനകത്ത് കയറാൻ പറ്റും. അതിന് നമ്മൾ ജയിലിൻ്റെ ആ ഒരു ഏരിയ വന്നിട്ട് ചെറിയ നിഴലുണ്ട്, അതിലെ കൂടെ നമ്മൾ ചാടണം. ചാടുമ്പോൾ നമുക്ക് പോലീസ് സ്റ്റേഷൻ്റെ അകത്തോട്ട് വരും. ഈ വാട്ടർ ടാങ്കിൽ നമുക്ക് കയറാൻ പറ്റത്തില്ല, അതിലേ കൂടെ കയറാൻ പറ്റൂല. പിന്നെ അതുമല്ല നമുക്ക് ജയിലിൽ നല്ല തിരിച്ചിറങ്ങാൻ പറ്റത്തില്ല. നമ്മൾ അതുകൊണ്ടാണ് സേവ് ചെയ്തത്. എന്നിട്ട് നമ്മൾ വീണ്ടും RGS ടൂൾ എടുത്തിട്ട് ലോഡ് ചെയ്യണം. സേവ് ചെയ്തത് LOAD എന്ന് നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് ടിക്ക് കൊടുക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ സേവ് ചെയ്ത സ്ഥലത്ത് അതേപടി നമുക്ക് എത്താൻ പറ്റും. അടുത്ത ഗ്ലിച്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ പുറത്തോട്ട് ഇറങ്ങണം. ഒരു പറക്കുന്ന ഒരു വീട്, പറക്കുന്ന ഡൈനോസറും. അതാണ് നമ്മൾ അടുത്ത ഗ്ലിച്ച് എന്ന് വെച്ചാൽ. അതിന് നമ്മൾ ഫസ്റ്റ് പുറത്തോട്ട് ഇറങ്ങണം. അതെ,
ഫസ്റ്റ് നമ്മൾ പുറത്തോട്ട് ഇറങ്ങണം. എന്നിട്ട് ഞാനൊരു ബൈക്ക് എടുക്കുകയാണ്, അല്ല ഒരു ജെറ്റ് പാക്ക് എടുക്കുകയാണ്. അതിൽ കൂടെ നമ്മൾ അടുത്തുള്ള ഏതെങ്കിലും ഒരു ബിൽഡിങ്ങിൽ കയറണം. അതിനുവേണ്ടിയാണ് ഈ ജെറ്റ് പാക്ക് എടുത്ത്. എൻ്റെ അടുത്തുള്ളതെന്ന് വെച്ചതാണ്ട് ഈ ഒരു ബിൽഡിംഗ് ആണ്. അപ്പം ഞാൻ ആ ഒരു ബിൽഡിങ്ങിലാണ് പോകുന്നത്. പിന്നെ ഈ ഒരു ജെറ്റ് പാക്കിന് സ്പീഡ് കുറവാണ്, അതുകൊണ്ട് ആരും ഇത് വലുതായിട്ട് ഉപയോഗിക്കത്തില്ല. എന്നിട്ട് ഈ ബിൽഡിങ്ങിൻ്റെ സൈഡിൽ വരണം. സൈഡിൽ വന്നിട്ട് നമ്മൾ RGS ടൂൾ എടുക്കണം. ഫോൺ എടുത്തിട്ട് RGS ടൂൾ എടുത്ത് H1 അടിക്കണം. സോറി, H2 ആയിപ്പോയി. H10 അടിച്ചിട്ട് നമ്മൾ ടിക്ക് കൊടുക്കുക. ഇപ്പം ഈ ബിൽഡിങ് ഇത് പറക്കുന്നുണ്ടോ? നമുക്ക് വീണ്ടും ഇതിൻ്റെ അടുത്ത് പറക്കുന്ന ഡൈനോസറിനെ കാണിക്കണമെങ്കിൽ നമ്മൾ താഴെ ഇറങ്ങണതാ. അപ്പം നമ്മളിതാ ഈ ഹൗസിൻ്റെ അകത്താണ് നമ്മൾ നിൽക്കുന്നത്. നിങ്ങൾക്ക് ഈ മതിൽ കാണാൻ പറ്റും. വേണ്ട, ഈ മതിൽ കാണാൻ പറ്റും. ഇപ്പം നമുക്ക് താഴോട്ട് ഇറങ്ങാം. ഒരു ഇച്ചിരി സ്പേസ് ഉള്ള സ്ഥലത്ത് വേണം നിൽക്കാൻ, അല്ലെങ്കിൽ നമുക്ക് ഒരു ഇച്ചിരി പ്രശ്നമാവും. അതുകൊണ്ട് ഇതാണ് നമ്മളെ പറക്കുന്ന വീട്. എന്നിട്ട് നമ്മളിതാ സ്പേസ് ഉള്ളിടത്തോട്ട് ചെന്നിട്ട് ഫോൺ എടുക്കുക, RGS ടൂൾ എടുക്കുക, B9 എടുക്കുക. B9 എടുത്തിട്ട് നമ്മൾ ടിക്ക് ചെയ്യുക. ഇപ്പോൾ അതുകൊണ്ട് ഒരു വലിയൊരു ബിൽഡിംഗ് ഉണ്ട്. എന്നിട്ട് നമ്മളൊരു ജെറ്റ് പാക്ക് എടുക്കും. ജെറ്റ് പാക്ക് ആണെങ്കിൽ സ്പീഡ് കുറവാണ്. 330 എന്ന് പറയുന്ന ഈ നമ്പറിൽ വരുന്ന ജെറ്റ് പാക്ക് ഭയങ്കര സ്പീഡ് കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ ആ ജെറ്റ് പാക്ക് എടുക്കുന്നത്. നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഞാൻ ഈ ബിൽഡിങ്ങിൻ്റെ അടുത്തോട്ട് ഒന്ന് നിൽക്കാം. അപ്പോൾ ഈ സ്പീഡ് പോകുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. കണ്ടോ, സ്പീഡുണ്ട്. മറ്റേതാണ് ഈ സ്ലോയിലേ പോകത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ വലുതായിട്ട് എടുക്കാത്തത്. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ മണ്ടേ ചെന്ന് നിൽക്കുക. എന്നിട്ട് ഫോൺ എടുക്കുക. എന്നിട്ട് നമ്മൾ ഫോൺ കോൾ എടുത്തിട്ട് നമ്മൾ ഒരു ഡൈനോസറിനെടുത്ത് എന്നിട്ട് പിന്നെ സൈഡിലോട്ട് തിരിഞ്ഞിട്ട് നമുക്ക് ടീറക്സിനെ വിളിക്കാം. 50 അല്ല, സോറി 51 ആണ് ടീറക്സ്. അപ്പം നമുക്ക് ടീറക്സിനെ വിളിക്കുക. എന്നിട്ട് നമ്മൾ മോഡ് ഓൺ ചെയ്യുക. RGS ടൂൾ എടുത്തിട്ട് മോഡ് ഓൺ, MODON, മോഡ് ഓൺ. എന്നിട്ട് നമ്മൾ ടിക്ക് ചെയ്യുക. എന്നിട്ട് ഇതിൽ പിടിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് വ്യക്തമാകാൻ വേണ്ടി ഞാൻ സൈഡിലോട്ട് നിന്നിട്ട് ഇതുണ്ട. ഇപ്പം തന്നെ അത് ഏകദേശം ഒന്ന് പറക്കുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് വ്യക്തമാകാൻ വേണ്ടി സൈഡിൽ വന്നതാ. നമുക്കിത് വേണമെങ്കിൽ വാഹനമായിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം. സ്ഥലം കൃത്യമായിട്ട് അറിയാൻ വേണ്ടിയൊക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. സിമ്പിളായിട്ട് ഓരോ സ്ഥലമായിട്ട് ഒറ്റടുത്ത് നിന്നാൽ നമുക്ക് 4 ചുറ്റും കാണാൻ പറ്റുന്നതാണ്. നമ്മളെ ഡൈനോസറിനെ കാണുന്നില്ലല്ലോ, അത് നമുക്ക് കാണാൻ ഭയങ്കര പാടായിരിക്കും. കാരണം ഈ ബിൽഡിങ് ഹൈറ്റ് കൂടുതലായതുകൊണ്ട് നമുക്ക് കുറച്ച് ദൂരത്തോട്ട് വേണം നിൽക്കാൻ, അല്ലെങ്കിൽ നമുക്ക് കാണാൻ പറ്റത്തില്ല. അതാണ് വിഷയം. കാണാൻ ഭയങ്കര പാടായിരിക്കും. അതാണ് നമ്മളെ വിഷയം. നമുക്ക് കുറച്ച് ബാക്കിലോട്ട് ഒരുപാട് പോകണം. ബാക്കിലോട്ട് പോകുന്ന വഴിക്ക് നമുക്ക് കാണാൻ പറ്റും. ആണ് ഞാനിപ്പോൾ ബിൽഡിങ് അവിടെ കിടക്കുന്നു, ഞാനിവിടെ എത്തി. അതുകൊണ്ട് കണ്ട് അതുകൊണ്ട് അവിടെ പറന്നിരിക്കും. അത് താപ്പോട്ട് വരുന്നില്ല, അവിടെ തന്നെ